ഇതുപോലൊരു അമ്പലം കേരളത്തിൽ തന്നെ വേറെ ഉണ്ടാവില്ല, അതുറപ്പ്. കള്ളും കാട്ടിറച്ചിയും വറുത്ത മീനും പൂജയ്ക്ക് വെക്കുന്ന ക്ഷേത്രം. വരുന്ന എല്ലാവർക്കും ചായയും വെള്ളപ്പയറും തേങ്ങയും കൊടുക്കും പ്രസാദമായി. ഉച്ചയ്ക്കും രാത്രിയും വയറു നിറയെ ഭക്ഷണവും. ഇതിപ്പോ ഡെയിലി ഉണ്ടാവുമോ? എല്ലാ ദിവസവും ഒരേ ഇതേ ഐറ്റം തന്നെയാണ്. ഒരു വർഷത്തിൽ 3 ദിവസം അവലായിരിക്കും. ഉത്സവത്തിന്റെ ദിവസം പയറും തേങ്ങയും ചായയും. ഇത് എന്താ ഇതിന്റെ ഐതിഹ്യം? എന്താ? അധികം മുത്തപ്പന്റെ പ്രസാദമായിട്ട് കൊടുക്കുന്നത് വരുന്നവർക്ക് എല്ലാവർക്കും മുത്തപ്പന്റെ പ്രസാദമായിട്ട് പയറും തേങ്ങയും. ഓക്കെ, അതുപോലെ ഭക്ഷണം ഇത് തന്നെയാണ് നിവേദ്യമായിട്ട് ദൈവത്തിന്റെ ഉള്ളിൽ വെക്കുന്നത്. എങ്ങനെയാ? ഇത് തന്നെയാണ് ദൈവത്തിന് ഉള്ളിൽ വെക്കുന്നില്ലേ, ഉള്ളിൽ നിവേദ്യമായിട്ട് വെക്കുന്നതും ഈ പയറും തേങ്ങ തന്നെയാണ്. അതിന്റെ ഒരു വ്യത്യാസം ചുട്ട മത്സ്യം ഉണ്ടാവും. ചുട്ട മത്സ്യം കാട്ടിറച്ചി ചുട്ടതുണ്ടാവും. മനസ്സിലായില്ല. കാട്ടിറച്ചി മുള്ളംപന്നി അല്ല കാട്ടുപന്നീന്റെ ഇറച്ചികളുണ്ടാവും. ഉള്ളിൽ അമ്പലത്തിനുള്ളിൽ മാത്രം ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ അവിടെ നിന്ന് പ്രസാദം കൊടുക്കും. അതങ്ങനെ അതിന് അവകാശങ്ങളുണ്ട്, അവർക്ക് മാത്രമേ കൊടുക്കില്ല. അങ്ങനെ പുറത്ത് പബ്ലിക്കിൽ അങ്ങനെ കൊടുക്കില്ല, അവകാശങ്ങൾക്ക് മാത്രം. ഓക്കെ, ഭക്ഷണം അന്നദാനോ? ഭക്ഷണം മുഴുവനാക്കി കൊടുക്കും. അത് ജാതി മതമൊന്നുമില്ല, ആരാ വരുന്നവർക്കെല്ലാം കൊടുക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മാത്രം? ഉച്ചയ്ക്ക് രാത്രി ഉണ്ട്. ഉച്ചയ്ക്ക് രാത്രി ഉണ്ട്. അത് ശനി ഞായറും ഒരു ശനിയാഴ്ച 5000 മേലെയും ഞായറാഴ്ച ദിവസം 5000 മേലെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. 15,000 മുകളിൽ. ചോറിനല്ല, ഈ ചായക്ക്. മുത്തപ്പന്റെ ഐതിഹ്യം കൂടെ പറഞ്ഞു അറിയെങ്കിൽ. ശിവനും വിഷ്ണുവാണ്. ശിവനും വിഷ്ണു കേരളത്തിൽ വേറെ എവിടെ ഇല്ല, ഒന്നിച്ചെവിടെ ഇല്ല. എന്തുകൊണ്ടാണ് ചായ? കാരണം ഇങ്ങനെ നമ്മൾ ആ ചായ വേറെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ചായ പണ്ട് കാലത്ത് വരുന്നത് കുറച്ച് ആൾക്കാരുണ്ടാവില്ല, അന്ന് ഇവിടെ കള്ള കൊടുക്കല്. മുത്തപ്പൻ ദൈവത്തിന് കള്ളാന്ന് ആവശ്യം. ആ വരുന്നവർക്ക് വന്ന് ഗ്ലാസ് നിൽക്കില്ല, ചട്ടിയിലോ അങ്ങനെയില്ല, ഒരു കള്ളാന്ന് കൊടുക്കല്. ആ കള്ള് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. മനസ്സിലായി. അതിന്റെ ശേഷം ചായയാക്കി പറ്റില്ല. ഓക്കെ, പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വളരെ വിരളം ക്ഷേത്രങ്ങളിലൊന്ന്. സ്വതന്ത്രരായി അലഞ്ഞു നടക്കുന്ന നായകളാണ് മുത്തപ്പന്റെ കൂട്ടാളികൾ. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 8 മണി വരെ കയറി ചെല്ലുന്ന എല്ലാവർക്കും ചായയും വെള്ളപ്പയറും തേങ്ങയും പ്രസാദമായി നൽകും. മുത്തപ്പന്റെ തെയ്യം വേഷങ്ങള് രാവിലെയും വൈകുന്നേരവും അമ്പലത്തിനകത്തുണ്ടാവും. അപ്പം ആ സമയം നോക്കി പോവാൻ ശ്രമിക്കുക. വിശന്ന വയറുമായി ഒരാൾ പോലും ഇവിടുന്ന് തിരിച്ചു പോവില്ല. കാരണം ഉച്ചയ്ക്കിലും വൈകുന്നേരവും വയറു നിറയെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും മുത്തപ്പന്റെ തെയ്യം വേഷങ്ങള് അഥവാ തിരുവപ്പാനയും വെള്ളാട്ടവും കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ നേരിട്ട് മുത്തപ്പനോട് പറയാനുള്ള സമയവും കൂടെ ഇവരൊരുക്കുന്നുണ്ട്. പ്രസാദം കഴിക്കാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ഏരിയയുണ്ട്. വെവ്വേറെ ഹാളുകളിലായിട്ട് ഫ്രീ താമസവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മുത്തപ്പനെ കാണാൻ വരുന്ന ഓരോരുത്തരും അവിടുത്തെ അതിഥികളാണ്. ഇതുവരെയായിട്ടും പോവാത്തവർ ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും പോവാൻ ശ്രമിക്കുക. കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. അപ്പോ മീശക്കാരന്റെ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.